മൊത്തത്തിൽ പറഞ്ഞാൽ കുഴപ്പമില്ലായിരുന്നു, ചായയും കടിയൊക്കെ. ഫോട്ടോ എടുക്കാം, കറക്റ്റായിരുന്നു ഈ പറഞ്ഞ. ചാനാശ്ശേരിയിൽ നിന്ന് തിരുവല്ലയ്ക്ക് വരുന്ന വഴി ഇടിഞ്ഞില്ലത്തുനിന്ന് റൈറ്റ് അല്ലേ? മറ്റേ ചായ കുടിക്കാൻ പോകുന്ന സ്ഥലത്തേക്കല്ലേ? അങ്ങോട്ട് തിരുവല്ലയിൽ ചാനാശ്ശേരിക്ക് വരുമ്പോൾ ഇടിഞ്ഞില്ലത്തുനിന്ന് ലെഫ്റ്റ്. രണ്ട് സെയിം റൂട്ട് സെയിം ആണ്, പക്ഷേ തിരുവല്ലയിൽ നിന്ന് വരുന്നവർക്ക് ഞാൻ പറഞ്ഞ കറക്റ്റ്, ചാനാശ്ശേരിയിൽ നിന്ന് വരുന്നവർക്കും ഞാൻ പറഞ്ഞ കറക്റ്റാണ്. ഇവിടുന്ന് പോയിട്ട് വേങ്ങൽ പാലം എത്തുന്നതിന് മുമ്പ് മേപ്രാൽ എന്ന് പറയുന്ന വഴിയിൽ നിന്ന് ലെഫ്റ്റ് അല്ലേ? റൈറ്റ്. കൺഫ്യൂഷൻ ആയോ? ആയി. അതായത് ഇടിഞ്ഞില്ലത്തുനിന്ന് കാവുംഭാഗത്തിന് പോകുന്ന വഴി വേങ്ങൽ പാലത്തിന് മുമ്പ് റൈറ്റ്, മേപ്രാൽ എന്ന് പറയുന്ന സ്ഥലം. ഗൂഗിൾ മാപ്പിൽ കിടപ്പുണ്ട്, സ്പോട്ടിൽ നോക്കിയാൽ മതി, കറക്റ്റ് ലൊക്കേഷൻ കിടപ്പുണ്ട്. ആ റൈറ്റ് കയറി നേരെ അങ്ങ് ചെന്ന് കഴിഞ്ഞാൽ കറക്റ്റ് ഈ ചായ കുടിക്കുന്ന സ്ഥലം. ഗൂഗിൾ മാപ്പ് തെറ്റിക്കത്തൊന്നുമില്ലല്ലോ. മഴ പെയ്യുമ്പോഴാണ് അവിടെ വെള്ളം കയറി കിടക്കുമായിരിക്കും, അപ്പം തെറ്റിയതായിട്ട് തോന്നും. അപ്പം തിരിച്ചു പോകുന്നത് തിരുവല്ല ബൈപ്പാസിൽ നിന്ന് റൈറ്റ് കയറി കഴിഞ്ഞാൽ പിന്നെ ആദ്യം കുറേ വീടൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡിലും വയൽ പോലെ അല്ലേ, രണ്ട് സൈഡിലും വെള്ളമൊക്കെ ആയിട്ട് കാണാനും നല്ല രസമൊക്കെ ആയിട്ട് ഉള്ളൊരു സ്ഥലമാണ്. കുരിശുമൂട് ചാനാശ്ശേരി ആൾക്കാരെ സംബന്ധിച്ച് ഒരു 40 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മാത്രമേ നമുക്ക് ആലപ്പുഴ വരെ എത്താൻ പറ്റൂ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. ഒരു 10-15 കിലോമീറ്റർ മാത്രം ലാഭിച്ചാൽ മതി. ഒരു കുട്ടനാടിൻ്റെ ഒരു വൈബ് നമുക്കിവിടെ കിട്ടും. നല്ല കാറ്റുമുണ്ട്, ഫോട്ടോസൊക്കെ എടുക്കാം. വൈകുന്നേരത്തെ സമയങ്ങളിൽ വന്ന് കുറച്ച് നേരം ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഇരിക്കാം. കൂട്ടുകാരോടൊന്നും തള്ളാൻ പറ്റിയ സ്ഥലം. നല്ല കാറ്റുമുണ്ട്. പിന്നെ കൂട്ടത്തിന് നല്ല ചായയും കുടിച്ച് കുറച്ച് നേരം അവിടെ ഇരിക്കാൻ പറ്റും. ഈ വഴി നമ്മൾ ചെല്ലുന്ന അവിടം വരെ ഉള്ളത്, ഇവിടുന്ന് അങ്ങോട്ട് വഴി തീരെ തോന്നുന്നു. അങ്ങോട്ട് കുറേ ചെറിയ വീടുകളും പിന്നെ കുറച്ച് കലിങ്ക്. അങ്ങോട്ട് അധികം പോയില്ല, റോഡ് അവിടെ കൊണ്ട് തീരുമായിരുന്നു. എനിക്ക് അവിടുത്തെ ചായയൊക്കെ കൂടുതൽ ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ഒരു ആംബിയൻസ് അടിപൊളിയാണ്. നമുക്കിപ്പോൾ ഒരു ഫാമിലി ആയിട്ടാണെങ്കിലും നമ്മുടെ കുറച്ച് നല്ല ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സായിട്ടൊക്കെ ആണെങ്കിലും നമുക്ക് വന്ന് കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റും. കുറേ നേരം സംസാരിക്കാം, കുറേ ഫോട്ടോസ് നല്ല എടുക്കാം, കുറേ മെമ്മറീസ് സ്റ്റോർ ചെയ്ത് വെക്കാം. അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ ഒരു നല്ല പ്ലേസാണ്. പിന്നെ മസ്റ്റായിട്ട് ഞായറാഴ്ച മാത്രമേ ഈ പറയുന്ന കപ്പയും ബീഫും അല്ലെങ്കിൽ പഴംപൊരിയും ബീഫും കിട്ടുകയുള്ളൂ. ഞങ്ങൾ പോയത് ഇട ദിവസമാണ്, അതുകൊണ്ട് നമുക്ക് കിട്ടിയത് എന്തായിരുന്നു? നമുക്ക് കിട്ടിയത് മുട്ട ബജിയും ഉള്ളിവട. പഴംപൊരി ഉണ്ടായിരുന്നു. പഴംപൊരി ഉണ്ടായിരുന്നു. പിന്നെ ഞായറാഴ്ച ഈ പറഞ്ഞ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നല്ല തിരക്കാണ്. നല്ല തിരക്കാണ്. അതിന് മുമ്പ് ഒരു ദിവസം ഞായറാഴ്ച പോയപ്പം അവിടെ നല്ല തിരക്കായിരുന്നു. പിന്നെ പോലീസും ഇടയ്ക്ക് വരാറുണ്ടെന്നാണ് നാട്ടുകാരൊക്കെ പറയാറ്. അതുകൊണ്ട് പതുക്കെയൊക്കെ പോയിട്ട് ചായ കുടിച്ചിട്ട് വരിക. ചായ കുടിക്കുക, കുറേ ഫോട്ടോസൊക്കെ എടുക്കുക, തിരിച്ചു. ഫോട്ടോസ് എടുക്കുന്ന ഇട ദിവസം പോകുന്നത് നല്ല. ഞായറാഴ്ച മിക്കപ്പോഴും നല്ല തിരക്കായിട്ടാണ് ഞാൻ കണ്ടിട്ടുണ്ട്. തിരക്കാണ്. അല്ലെങ്കിൽ പിന്നെ മഴയുള്ള അതിനിടയ്ക്ക് ഒരു പുള്ളി അതിൽ വന്നിട്ടുണ്ടായിരുന്നു, കണ്ണൊക്കെ എഴുതി. കണ്ണെഴുതി പൊട്ടൊക്കെ തൊട്ട്. നല്ല രസം ഉണ്ടായിരുന്നല്ലേ? ആരാണോ ആ കലാവിരുദ്ധ അതിന്റെ മുകളിൽ കാണിച്ചു വിട്ടെ? അതായത് മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ പട്ടിയാന്ന് തോന്നുന്നു. അതും എന്റെ കൂടെ വേറൊരു പട്ടിയുണ്ട്, നല്ല രസം ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ